മലയാള സിനിമയിലെ ഒരു സംവിധായകനും ഇപ്പോഴത്തെ ഒരു യൂട്യൂബ് ബ്ലോഗറുമായ ശാന്തിവിള ദിനേശൻ ഇപ്പം ജോജു ജോർജിനെ കുറിച്ച്, അതായത് നടൻ ജോജു ജോർജിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം കേട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഞെട്ടിയിരിക്കുകയാണ്. ഞെട്ടാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സാധാരണ നമ്മൾ ദേഷ്യം വന്നാൽ ചിലപ്പോൾ ഫോണൊക്കെ വലിച്ചെറിയാറൊക്കെ ഉണ്ട്. അത് എല്ലാവരും ചെയ്യത്തില്ല. ചില ആളുകൾ ഫ്രസ്ട്രേഷൻ സഹിക്കാതെ വരുമ്പോൾ കൈ കിട്ടുന്ന അതിപ്പോൾ ഫോണായിരിക്കും, ചിലപ്പോൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ആയിരിക്കും, വലിച്ചെറിയും. അപ്പം ഒരു ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചു എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഒരിക്കലും ഒരു ഫോണ് പൊട്ടിച്ച് കളഞ്ഞാൽ നമ്മൾ അതോർത്ത് നമ്മൾ വിഷമിക്കാറുണ്ട്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം, ഒരു 20,000 രൂപയുടെ ഫോണ്, 20,000 രൂപയുടെ ഫോൺ എന്ന് പറയുമ്പോൾ 20,000 രൂപയാണേ. ആ 20,000 രൂപയ്ക്കുള്ള ഫോണ് നമ്മളൊരു പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എറിഞ്ഞ് പൊട്ടിച്ചു കഴിയുമ്പോൾ പിന്നെ ഒരെണ്ണം മേടിക്കണമെങ്കിൽ ചക്രശ്വാസം വലിക്കും. EMI സംവിധാനം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന പോലെ എറിഞ്ഞു പൊട്ടിച്ച ഫോൺ തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. പുതിയ ഫോൺ മേടിക്കണ്ടേ, തകർന്നു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. ശാന്തിവിള ദിനേശൻ പറഞ്ഞിരിക്കുന്നത്, ജോജു ജോർജ് ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് 16 ഫോണുകൾ എറിഞ്ഞു പൊട്ടിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഫോണോ 2 ഫോണോ ചിലപ്പോൾ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ടാവും. ഇല്ല, ഒരു ഫോൺ എറിഞ്ഞു പൊട്ടിച്ചെന്ന് വെച്ചു. ഓർക്കാപ്പുറത്ത് ഒരു ദേഷ്യത്തിന് പുറത്ത് ഒരു ഫോൺ ചിലപ്പോൾ എറിഞ്ഞപ്പോൾ പൊട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഇല്ലായിരിക്കും. ഇനി പൊട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. അങ്ങനെ പൊട്ടിയിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് 16 ഫോൺ ആകുന്നത്? ഒരു സിനിമയുടെ ഷൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 40 ദിവസം 50 ദിവസം, ചിലപ്പോൾ വലിയ പടമാണെങ്കിൽ കുറെ ദിവസങ്ങൾ പോകും. ഒരു 40-50 ദിവസത്തെ ഷൂട്ടുള്ള ഒരു പടമാണെന്ന് വെച്ചു, 16 ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ദിവസം അങ്ങ് മാറിയേ അല്ലേ? നമ്മൾ ചിന്തിക്കണം. അങ്ങനെയൊക്കെ എറിഞ്ഞു പൊട്ടിക്കാനായിട്ട് അത്രയ്ക്ക് മാനസിക വിഷമമുള്ള ഒരു മനുഷ്യനാണോ? എന്ന് വെച്ചാൽ ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു മനുഷ്യനാണോ ജോജു ജോർജ്? അല്ല. ജോജു ജോർജ് എന്ന് പറയുന്ന നടൻ ഒരുപാട് കഷ്ടപ്പെട്ട് കയറി വന്നതാണ്. കാരണം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്ന് ചാൻസ് ചോദിച്ച് എന്താ പറയുന്ന കളിയാക്കലുകളും ഒഴിവാക്കലുകളും എല്ലാം കേട്ടും കണ്ടും അതിന്റെ രസങ്ങളെല്ലാം മനസ്സിലാക്കി സിനിമയിൽ വന്നിട്ട് ഇപ്പൊ ഒരു നല്ല ഒരു ആക്ടറായിട്ട് നിൽക്കുകയാണ്. കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിനിമകൾ ചില പാളിച്ചകൾ പറ്റുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സാമ്രാജ്യമാണ്. അവിടെ 16 ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിക്കാന്ന് പറഞ്ഞാൽ ഈ ശാന്തിവിള ദിനേശ് എന്ന് പറയുന്ന ഇദ്ദേഹം ചില സമയങ്ങളിൽ പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ കേൾക്കുമ്പോൾ എന്തോ കാര്യമായിട്ടുണ്ട്. ശരിയാണ്, അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നു പറയാറുണ്ട്. പക്ഷെ എവിടെയോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതിൽ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ജോജു ജോർജിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇന്നത്തെ ലൈവ് കണ്ടിരുന്നു. ലൈവിന്റെ അല്ല, ഞാനൊരു 16 ഫോൺ തല്ലിപ്പൊളിച്ചു. പിന്നെ എന്റെ ശമ്പളം 5 കോടി രൂപയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടുന്ന കളിക്കുന്നുണ്ട്. നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യണം കേട്ടോ. കാരണം എന്റെ ശമ്പളം എന്താണെന്നുള്ളത് ഇവിടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ അന്വേഷിച്ചാൽ ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ആ പറഞ്ഞ പൈസക്ക് ആരൊക്കെ പറഞ്ഞിട്ട് പറയാം എന്റെ 5 കോടി, അതിന്റെ പകുതി വന്നാലും ഞാൻ റെഡിയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഈ 16 ഫോണൊക്കെ തല്ലിപ്പൊളിക്കണമെങ്കിൽ മിനിമം ഒരു ഐഫോണിന് 1 ലക്ഷം രൂപ 16 ലക്ഷം അല്ല, ഒരു വസ്തുനഷ്ടം അല്ലാണ്ട് ആരെങ്കിലും പറയാനായിട്ട് വീഡിയോ വരുന്നു, അതിനനുസരിച്ച് ചെയ്യുന്നു. അത് എന്റെ സിനിമയെ എന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആൾക്കാരെ എനിക്ക് വെറുതെ സിനിമ അഭിനയിച്ച് മുന്നോട്ട് പോയാൽ മതി. അതിനുള്ളൊരു സാഹചര്യമായിട്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഈ ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ നിങ്ങൾ അതിന്റെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പോസ്റ്റ് ചെയ്തോളൂ. അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മളെയൊക്കെ ബാധിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. പിന്നെ അല്ലാതെ എങ്ങനെയാണ് ഇത്? നിങ്ങളുടെ പല പേജുകളിലും ആ ഇന്റർവ്യൂ ഒരാളൊരു ഇന്റർവ്യൂ കൊടുത്തു, അതിൽ പല നടന്മാരെ കുറിച്ച് പറയുന്നു, അതിൽ എന്നെ കുറിച്ച് പറഞ്ഞത് മാത്രം ഇതായിട്ട് വരിക, ന്യൂസായിട്ട് വരിക, പോസ്റ്റായിട്ട് വരിക. അതായത് വലിയ ലക്ഷങ്ങളിലേതാ 16 ഫോൺ തല്ലിപ്പൊളിച്ചത്. ഞാൻ ആരാടാ 16 ഫോണൊക്കെ തല്ലിപ്പൊളിക്കുക? അപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലായല്ലോ. അതായത് ഇത് വലിയ സംഭവമാണോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഒരാളെ കുറിച്ച് പറയുമ്പം അത് മറ്റേ ആൾക്ക് അത് എങ്ങനെ, അതായത് 16 ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിക്കാന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. തലയ്ക്ക് വെളിവ് ഉള്ള ഒരു മനുഷ്യൻ ചെയ്യുന്ന പണിയാണോ ഇത്? ഏതോ ഒരു പോയിന്റിൽ എന്തോ ശാന്തിവിള ദിനേശൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനോട് ആരോ പറഞ്ഞു, ഒരു സെറ്റിൽ വെച്ച് ഇദ്ദേഹം ഇങ്ങനെ കാണിച്ചു, ഭയങ്കര ദേഷ്യക്കാരനാണ്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുമ്പോൾ ആ ജോജു ജോർജ് എന്ന് പറയുന്ന നടനെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന പുതിയ പ്രൊഡ്യൂസേഴ്സ് പെട്ടെന്നൊന്ന് മുന്നോട്ട് വെച്ച കാലം പുറകോട്ട് വെക്കണം, അല്ലെ രണ്ടാമതൊന്നുകൂടെ ചിന്തിക്കുകയല്ലേ. ഇയാളെ വെച്ച് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം അയാളെ ആട്ടും തുപ്പും കേൾക്കണം, അങ്ങനെ ഇങ്ങനെയാന്ന്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങള്, തെറ്റിദ്ധാരണകൾ, അതായത് ഒരു വാർത്ത പ്രചരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാലും അത് ആരെ കുറിച്ചാണ് പറഞ്ഞത് അയാൾക്കൊരു മോശമാകും, അയാളുടെ കരിയറിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുന്നേ
ചിലപ്പോൾ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അയാളെ തേടി വരാനിരിക്കുന്ന കഥകളും സംവിധായകരും പ്രൊഡ്യൂസേഴ്സും ഒക്കെ പുറകോട്ട് വലിക്കും. ഒന്നാമത് മലയാള സിനിമ എന്നല്ല, ഏത് ഫിലിം ഫീൽഡിലുള്ള ആരാണെന്ന് പറഞ്ഞാലും അവർക്കൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. കുതികാല് വെട്ടും അല്ല കൂടെ നിൽക്കുന്നവന്റെ കാലുവാരലും ഒക്കെയുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഫിലിം ഫീൽഡ്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എല്ലാവർക്കും അവനവന്റെ വളർച്ച മാത്രം. ശരിയാണ്, എല്ലാവർക്കും വളരണം. അപ്പൊ അതിനകത്ത് ഈഗോയും പരിപാടികളുണ്ട്. ഒരുത്തൻ വളരുന്ന ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം, ഇപ്പത്തെ മറ്റൊരു കാര്യം കൂടെ പറയാം. ഇതിന്റെ ഇടയ്ക്ക് ജോജു ജോർജിന്റെ സിനിമ, പുതിയ പടം, ഷാജി കൈലാസ് സംവിധാനം ചെയ്ത വരവെന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സിനിമ ഒരു മാസ് ആക്ഷൻ മൂവി ആയിരുന്നു. അതിനകത്ത് ശരിക്കും ജോജു ജോർജിനെ നമ്മൾ പറയത്തില്ല, ഒരു ആന വിരിഞ്ഞു നിൽക്കുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു. അതുപോലെ മാസ് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മറ്റ് ഫൈറ്റ് സീനുകൾ കഴിഞ്ഞാൽ പിന്നെ ബാക്കി കുറച്ച് ഭാഗങ്ങളൊക്കെ പ്രഡിക്റ്റബിൾ ആയിരുന്നു. കുറച്ച് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ സിനിമ ഉണ്ടോന്ന് വെച്ചാൽ സിനിമയുണ്ട്, പക്ഷെ ആളുകൾ ഇപ്പം മുന്നോട്ട് വരുന്നില്ല. ഒന്നാമത്തെ കാര്യം, പണ്ടത്തെ ഒരു സിസ്റ്റം അല്ല. അതായത് ഇപ്പൊ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പം എല്ലാ റിവ്യൂവേഴ്സും, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് പെടുന്ന ഒരാളാണ്, കണ്ടു കഴിഞ്ഞാൽ അന്നേരം അഭിപ്രായം പറയും. പണ്ടത്തെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പടം ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞാണ് അതിനെക്കുറിച്ചൊരു നിരൂപണം ഉണ്ടാകുന്നത്. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഇങ്ങനെ മാറിയപ്പം പണ്ടൊക്കെ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ബ്രീത്തിങ് ടൈം കിട്ടും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ആ ഒരാഴ്ച കൊണ്ട് കളക്ഷൻ നേടിയെടുക്കാം. ആ പ്രൊഡ്യൂസറിന് ഇപ്പൊ പടം അത്യാവശ്യം അല്ലെങ്കിൽ മോശമായ ഒരു പടമാണെങ്കിൽ പോലും ഇറക്കിയ മുതലിൽ കുറച്ച് പൈസകൾ തിരിച്ചു വരും. ഇതങ്ങനെയല്ല. നേരെ റിവ്യൂ വന്നു കഴിഞ്ഞ് മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് തൂഫാനാക്കി കളയുന്ന ഒരു പരിപാടിയാണ്. അതായത് വാഷ് ഔട്ട് ആയി പോകും തിയേറ്ററിൽ നിന്ന്. പിന്നെ കളക്ഷൻ കിട്ടത്തില്ല. പ്രൊഡ്യൂസർ പെട്ടി പ്രമാണം എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നപ്പോ ഇതെല്ലാം കൂടെ പറഞ്ഞു വന്നതാണ്. അതായത് ജോജു ജോർജിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ശാന്തിവിള ദിനേശൻ നൽകിയ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഒരാളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പം സൂക്ഷിച്ചും കണ്ട് സംസാരിച്ചില്ലെങ്കിൽ, അതായത് അയാളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന്, ഏതെങ്കിലും ഒരു വെളിവില്ലാത്തവൻ ഇങ്ങനെ ചെവിയിൽ വേദം ഓതി കൊടുത്തു, അവസാനം അത് അങ്ങേര് നേരെ വെടിപൊട്ടിക്കുന്ന ഒരു അവസ്ഥയും കൂടെ ആയി പോയതാണെങ്കിലോ, എന്നതാണെങ്കിലും ജോജു ജോർജ് എന്ന് പറയുന്ന നടന്റെ ഒരു സമയമാണിത്. ഇപ്പൊ സിനിമകള് ഫ്ലോപ്പോ ഹിറ്റോ എന്താണെങ്കിലും അദ്ദേഹത്തെ വെച്ചൊരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ തിയേറ്ററിലേക്ക് ആളുകൾ കുതിക്കും സിനിമ കാണുവാൻ വേണ്ടിട്ട്. നല്ലതോ ചീത്തയോ എന്തോ ആകട്ടെ, നല്ലതാണെങ്കിൽ ഉറപ്പായിട്ടും അത് നമുക്കറിയാം. ജോസഫ്, പൊർജു മറിയൻ ജോസ്, അങ്ങനെയുള്ള എത്രയോ സിനിമകൾ അദ്ദേഹം ഹിറ്റാക്കി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു എത്ര വർഷത്തെ കഷ്ടപ്പാടാണോ നായക നിരയിലേക്ക് അദ്ദേഹം എത്താൻ വേണ്ടി. ഇപ്പൊ അദ്ദേഹം ആ ഒരു സമയം ഇപ്പൊ അദ്ദേഹം എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. കാരണം കുറെ ചവിട്ടും തുപ്പും എല്ലാം ആട്ടും തുപ്പും എല്ലാം മേടിച്ച് എന്താ പറയാ, മനസ്സ് അതായത് നമ്മൾ ഒരു കാര്യത്തിന്റെ പുറകെ നമ്മൾ പോകുമ്പോ എല്ലാരും ചിന്തിക്കണം, നമുക്ക് കിട്ടും ഇഷ്ടംപോലെ തട്ടും മുട്ടും ഈ പറയുന്ന അവഹേളനങ്ങളെല്ലാം കിട്ടും. അവിടെ നമ്മൾ പിന്തിരിഞ്ഞോടിയാൽ നമ്മൾ ജയിക്കത്തില്ല. അവിടെ നിന്ന് ആട്ടും തുപ്പും എല്ലാം കൊണ്ടായിരുന്ന ഞാൻ പോയില്ല എന്ന് പറഞ്ഞ് ഉറച്ച ഒരു ഇത് നിൽക്കുകയാണെങ്കിൽ ഇന്ന് ജോജു ജോർജ് നിൽക്കുന്ന ലെവലിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ ഒരാൾ ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എങ്ങനെയാലും ഇവനെ ചവിട്ടി താഴെ ഇടണം. അതിനുവേണ്ടി എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉണ്ടാവും. ഇപ്പം നമ്മളായിട്ട് പോയി ചെന്ന് ചാടുന്ന ചില കുഴികളുണ്ടാവും. അത് വേറൊരു കാര്യം. അങ്ങനെ കുഴികളിലൊന്നും ചാടാതെ മര്യാദയ്ക്ക് പോവുകയാണെങ്കിൽ പോലും കുഴികളിൽ ചാടിയാൽ അത് വാർത്തയാക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകളുണ്ട്. അവനെ പറ്റി ഒരാൾ കുഴിയിൽ ചാടിക്കഴിഞ്ഞാൽ അവനെ പറ്റി പറയണമെങ്കിൽ 100 നാവായിരിക്കും. എന്നാൽ മര്യാദയ്ക്ക് പോകുന്ന ഒരുത്തനെ പിടിച്ച് അവനെതിരെ ഒരു ആരോപണം നടത്തുമ്പോൾ 10 പേര് ചിന്തിക്കും, ഇവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നവനാണോ, ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യോ? അതല്ലേ ഒന്ന് ആലോചിക്കുക. ഒരു 16 ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുക എന്ന് പറയുമ്പോൾ ഇവന് അഹങ്കാരമല്ല, ഇവന്റെ കാശിന്റെ അഹങ്കാരം കൊണ്ടല്ലേ അവൻ ഇങ്ങനെ ചെയ്ത. ആളുകൾ പല രീതിയിലല്ല ചിന്തിക്കുള്ളൂ. നിയന്ത്രണം വിട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫോണ് അത് നമുക്ക് ചിന്തിക്കാം, അദ്ദേഹം എറിഞ്ഞ് കാണത്തില്ല എങ്കിൽ പോലും നമുക്ക് ഈ 16 എന്നുള്ള ഒരു ഒന്നാക്കാം. ഒരു ഫോൺ എറിഞ്ഞ് പൊട്ടിപ്പോയി കഴിയുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ വീണ്ടും വിചാരം ഉണ്ടാകുന്ന, അയ്യോ എന്റെ ഫോൺ ഞാൻ എറിഞ്ഞു പൊട്ടിച്ചു. മാത്രമല്ല എറിഞ്ഞു പൊട്ടിച്ച ഫോണിൽ നിന്ന് ഡേറ്റ മാറ്റി പുതിയ ഫോണിൽ അതിനൊക്കെ സമയമുണ്ട്. ഈ 16 ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിക്കാന്ന് പറഞ്ഞാൽ ഈ ഫോണിലെ ഡേറ്റാസ് എല്ലാം മാറ്റാനും അതിൻ്റെതായ സമയം കാര്യങ്ങളെല്ലാം വേണം. ചുമ്മാ ഏതോ ഒരുത്തം വെടി പൊട്ടിച്ചു, അത് കേട്ടിട്ട് ഇങ്ങേരും ഒന്ന് വെടി പൊട്ടിച്ചു. കാര്യം പറഞ്ഞ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയും നമ്മൾ കേട്ടിരുന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതൊക്കെ എന്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വരവെന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ ഈ ഒരു സാഹചര്യത്തിൽ പോലും സിനിമയെക്കുറിച്ച് രണ്ടഭിപ്രായമുണ്ട്. അതായത് തീർത്തും മോശമെന്ന് ആരും പറയുന്നില്ല. ചില ആളുകൾ പറയും, പക്ഷെ ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ആ ഒരു സോറ സെറ്റപ്പ് 90s ഒക്കെ ഇറങ്ങിയിരിക്കുന്ന സിനിമകളുടെ ഒരു ഇത്. അല്ലെങ്കിലും അങ്ങനത്തെ സിനിമകളൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമേ ഈ പറയുന്ന പോലെ എല്ലാവരും പഴഞ്ചനാന്ന് പറയുന്നത്. പക്ഷേ തമിഴ്നാട്ടിലൊക്കെ ചില പടങ്ങൾ ഇപ്പോഴും തന്നെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഒക്കെ ചെയ്യുന്ന പഴയ അദ്ദേഹത്തിന്റെ സ്റ്റണ്ടും കാര്യം, പിന്നെ കുറച്ച് പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. എങ്കിലും
അന്നത്തെ അദ്ദേഹത്തിന്റെ സ്റ്റൈലും ഇടിയും കാണാനാണ് ഇപ്പോഴും ആളുകൾ പോകുന്നത്. അതും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകതയുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ കാണാൻ നല്ല രസമാണ്, നമ്മുടെ വീട്ടിലെ കൊള്ളത്തില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. അവിടുത്തെ സിനിമ എത്ര കത്തി കാണിച്ചാലും സൂപ്പർ. നമ്മുടെ നാട്ടിൽ രണ്ടിടിയും കത്തി ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെ ചുമ്മാ കത്തി, ഇവരെന്നെ മാനസിക ശക്തി ഉള്ളതെന്ന് ചോദിക്കും. അപ്പൊ അവിടുത്തെ ഇത് കാണുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് കാണിക്കുകയും ചെയ്യും. നമ്മുടെ ഒരു ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ജോജു ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടാകത്തില്ല. ശാന്തിവിള ദിനേശ് എന്ന് പറയുന്ന അദ്ദേഹം ഉറപ്പായിട്ടും ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും പറയുന്നുള്ളൂ. എന്റെ അഭിപ്രായങ്ങൾ ഞാൻ വീഡിയോയിൽ കൂടെ പറഞ്ഞു. വീഡിയോ കണ്ട ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.